കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ജ്യോതി, എന്തെങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? പ്രിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ, ചുമ്മാതല്ല മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത്. എടോ, താനിങ്ങനെ ടെൻഷൻ അടിക്കണ്ട. ഇത്തവണ പഴയതുപോലെയല്ല, ഒരു കുഴപ്പവും കൂടാതെ കല്യാണം നടക്കും. ദൈവം എന്തിനായിട്ടാ നമ്മളിങ്ങനെ പരീക്ഷിക്കുന്നത്? നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നല്ലേ ഈശ്വരനോട്? ആർക്കും ഒരു ദ്രോഹവും നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടുമില്ല. എടോ, വെറുതെ ഈശ്വരനെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ മാത്രം കുറ്റം കൊണ്ടല്ല നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. ജനനം മുതൽ മരണം വരെയുള്ളൊരു യാത്ര. താനൊന്ന് ആലോചിച്ച് നോക്കി. ഒരു വഴിയിലൂടെ ദിവസവും എത്ര വാഹനങ്ങളാ പോകുന്നത്? എല്ലാവരും സൂക്ഷിച്ചു തന്നെ പോകുന്നത്. പക്ഷെ എന്നിട്ടും എതിരെ വരുന്നവന്റെ കുഴപ്പങ്ങൾ കൊണ്ട് പോലും അപകടങ്ങൾ ഉണ്ടാവുന്നില്ലേ? അല്ലാതെ അപകടത്തിൽപ്പെടണമെന്ന് ആരെങ്കിലും മനഃപൂർവ്വം ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ടും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. പക്ഷെ അതിനെയെല്ലാം അതിജീവിച്ചേ പറ്റൂ. അല്ലാതെ ചെറിയൊരു കാര്യം കേൾക്കുമ്പോൾ ഇങ്ങനെ മൂഡ് ഓഫ് ആയിരുന്ന ജീവിതത്തിൽ സന്തോഷം എന്നൊന്നും ഉണ്ടാകുകയില്ല. ഡോ, ചിരിക്കടോ. എടോ, താൻ വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഇത്തവണ പ്രിയയുടെയും ജയപ്രകാശിന്റെയും കല്യാണം ഒരു കുറവും കൂടാതെ നമ്മൾ നടത്തും. ദേ, ഒരുമിച്ചൊരു ഹണിമൂൺ ട്രിപ്പും പ്ലാൻ ചെയ്യും. ഓ, ഞാനില്ല എങ്ങോട്ടും. എനിക്കിവിടെ വിട്ട് എങ്ങോട്ടും പോവാനുള്ള ഒരു മനസ്സില്ല ഇപ്പോ. ഏയ്, അതൊക്കെ ചുമ്മാ. ഇപ്പോഴത്തെ തന്റെ ഈ മൂഡ് കൊണ്ട് തോന്നുന്ന കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ മാറിക്കോളും. ഞാനില്ലേ തന്റെ കൂടെ, പിന്നെന്തിനാ പേടിക്കുന്നേ? ഈ സ്നേഹം മാത്രം എൻ്റെ ആകെയുള്ളൊരു ബലം. എന്തിനാ സാറേ ടെൻഷൻ? സാർ ഇതൊന്ന് പിടിപ്പിച്ചേ. സാർ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. പ്രിയ മേഡത്തിന് സാറിന് വേണ്ടെങ്കിൽ പിന്നെ അതിന്റെ പിന്നാലെ നടന്നിട്ട് ഒരു കാര്യമില്ല. എന്നാലും പറഞ്ഞു, അങ്ങനെ എന്നെ വേണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റുവാടാ? അവളെ കൊണ്ട് എന്നെ സാധിക്കില്ല. ഇതിപ്പോ അവളെ കൊണ്ട് എല്ലാവരും കൂടെ ഫോഴ്സ് ചെയ്ത് സമ്മതിപ്പിച്ചതാ. എന്നാ പിന്നെ സാർ മാഡത്തിനൊന്ന് വിളിച്ചു നോക്കിയേ. ഇഷ്ടമില്ലാതെയാണ് സമ്മതിപ്പിച്ചെങ്കിൽ എല്ലാം കളഞ്ഞിട്ട് പോരാൻ പറ സാർ. നിനക്ക് സംശയമുണ്ടോ അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ട് എന്ന കാര്യത്തിൽ? കേൾപ്പിച്ചു തരാം. ഇപ്പൊ കേൾപ്പിക്കാം. എന്താ സാറേ ഈ രാത്രിയില്? എന്റെ ഭാര്യയെ വിളിക്കാൻ എനിക്ക് രാത്രിന്നോ പകലെന്നോ നോക്കേണ്ട കാര്യമുണ്ടോ? ഭാര്യയോ? ആരുടെ ഭാര്യ? ദേ, മേല അവകാശം പറഞ്ഞോണ്ട് എന്റെ പിന്നാലെ വന്നേക്കരുത്, മനസ്സിലായോ? ചുമ്മാ. എന്റെ വിവാഹം തീരുമാനിച്ചിരിക്കുവാ. ഇനി എങ്ങാനും എന്നെ ശല്യപ്പെടുത്താൻ വന്നാ. അത് ശരി. ഇതിപ്പോ ജയപ്രകാശിനെ കല്യാണം കഴിക്കാൻ തന്നെ എന്റെ മോള് തീരുമാനിച്ചു. പിന്നല്ലാതെ എനിക്ക് ജയപ്രകാശിനെ നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. പോരാത്തതിന് ഒരു അഡ്വക്കേറ്റും കൂടിയല്ലേ. അതുമാത്രമല്ല, രാജീവിന്റെ കേസ് വാദിക്കുന്നതും ജയപ്രകാശ് ആണല്ലോ. അപ്പൊ പിന്നെ എനിക്ക് വക്കീൽ ഫീസും കൊടുക്കണ്ട, അത് ലാഭം. എല്ലാം കൂടി നോക്കിയപ്പോഴേ ജയപ്രകാശിനെ തന്നെ കല്യാണം കഴിക്കുന്നതാ നല്ലതെന്ന് എനിക്കും തോന്നി.
ഈ കല്യാണം നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പ്രിയ? ആരൊക്കെ എതിർക്കാൻ ശ്രമിച്ചാലും ഈ കല്യാണം നടക്കും. പിന്നെ രാജീവിനെ ഇല്ലാതാക്കിയതുപോലെ ജയപ്രകാശിനെ ഇല്ലാതാക്കാന്നുള്ള വിചാരമൊന്നും വേണ്ട. നിങ്ങളെ ഒരു സാധാരണ പോലീസുകാരനാ. പക്ഷേ പോലീസുകാരനെ പോലും കോടതിയിൽ കയറ്റി നിർത്തി ചോദ്യം ചെയ്യുന്ന വക്കീല ജയപ്രകാശ്. അത് മറക്കണ്ട. കല്യാണത്തിന്റെ തീയതി സ്ഥലം ഞാൻ അങ്ങോട്ട് അറിയിക്കാം. വരാൻ പറ്റിയാല് നിങ്ങൾക്ക് വരാം. പക്ഷേ അതിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ? ആ സമയത്ത് നിങ്ങൾ ചിലപ്പം ജയിലിലായിരിക്കും. മനസ്സിലായില്ലേ? രാജീവിന്റെ കേസില് നിങ്ങൾക്കൊരു ജീവപര്യന്തം ഉറപ്പായിട്ടും കിട്ടൂന്ന്. ജയപ്രകാശ് നിങ്ങൾക്കത് വാങ്ങിച്ചു തരുകയും ചെയ്യും. എന്നിട്ടേ അയാളെ ഞാൻ കല്യാണം കഴിക്കുന്നുള്ളൂ. അതൊക്കെ ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി മേലിൽ എന്നെ ഇങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്യരുത്. കൊള്ളാം. ഇപ്പൊ എവിടുന്ന് കിട്ടി ഈ പുതിയ ധൈര്യം? ആ ജയപ്രകാശ് എന്ന് പറഞ്ഞ വക്കീലിന്റെ ബലത്തിലാണോ നീ കിടന്ന് പൊളയ്ക്കുന്നത്? അതോ നിന്റെ ഏട്ടൻ DK കണ്ടിട്ടോ? ഒരു കാര്യം നീ ഓർത്തു വെച്ചോ, നീ ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്ന ഈ വിവാഹ നിശ്ചയമുണ്ടല്ലോ, അത് നടക്കില്ല. നടത്താൻ ഞാൻ സമ്മതിക്കില്ല. അത് നടത്താനേ നിങ്ങളുടെ സമ്മതത്തിന്റെ ആവശ്യമില്ല. അതതിന്റെ വഴിക്കങ്ങ് നടന്നോളും. അതിന് വേണ്ടതൊക്കെ വേണ്ടപ്പെട്ടവർ ചെയ്തോളും. എന്ത് ധൈര്യത്തിലാ എന്റെ സാറേ ആ മാഡം സാറിന് വേണ്ടെന്ന് പറഞ്ഞത്? ഇതവര് രണ്ടും കൽപ്പിച്ചാണെന്നാ തോന്നുന്നു. അണയാൻ പോകുന്ന വിളക്കിന്റെ അവസാനത്തെ ആളിക്കത്തല്. അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ ഇനി ഒന്നുമില്ലാന്ന് തിരിച്ചറിയുമ്പോ കിട്ടുന്നൊരു ധൈര്യം. അതിനപ്പുറം ഒന്നുമില്ലടാ. അവളുടെ ഈ ധൈര്യം ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട്. അവളുടെ ഒരു വിവാഹ നിശ്ചയം. ഒഴികെ സാറേ സാധനം തീർന്നു. ഒരു ബോൾ എടുത്തിട്ട് വാ. ശരി ശരി. ചെല്ല്. ആരൊക്കെ എതിർക്കാൻ ശ്രമിച്ചാലും ഈ കല്യാണം നടക്കും. കല്യാണത്തിന്റെ തീയതി സ്ഥലം ഞാൻ അങ്ങോട്ട് അറിയിക്കാം. വരാൻ പറ്റിയാല് നിങ്ങൾക്ക് വരാം. ശലതേ, ഇപ്പോഴാ ഒരു ആശ്വാസമായത്. അവിനാഷിന്റെ കാര്യത്തിൽ ഇതിന്റെ പേടിയുണ്ടായിരുന്നെങ്കിലും നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ ഒരു കടവത്ത് അടുക്കുമെന്ന് തന്നെയാ തോന്നുന്നത്. ജയപ്രകാശിനെ പോലെ ഒരാളെ കിട്ടിയത് അവളുടെ ഭാഗ്യം. അല്ല, ഒരിക്കലും അല്ല. പിന്നെ DK പോലൊരു മരുമകനെ കിട്ടിയതാ നമ്മുടെ ഭാഗ്യം. നമ്മുടെ കുടുംബത്തെ സ്വന്തം കുടുംബം പോലെ കാത്തു സൂക്ഷിക്കാൻ അവനുള്ളൊരു മനസ്സുണ്ടല്ലോ, അത് വേറെ ഏത് മരുമക്കൾക്ക് കിട്ടും. അത് ശരിയാ. ഭാര്യ വീട്ടുകാരോട് സാധാരണ മരുമക്കൾക്കൊക്കെ പുച്ഛമായിരിക്കും. ഇവൻ അങ്ങനല്ല. ഇന്നുവരെ നമ്മളോട് ആരോടും മോശമായിട്ട് ഒരു വാക്ക് പോലും അവ സംസാരിച്ചിട്ടില്ല. പണം കൊണ്ടും പദവി കൊണ്ടും നമ്മളെക്കാളും എത്രയോ ഉയരത്തിൽ അമരാവതിയിലുള്ളവർ. ആ മരുമക്കളുടെ ഭാഗത്തു നിന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അമ്മയും മോനും അവര് തനി തങ്കവാ. കഴിഞ്ഞ തവണ ഉത്സവത്തിന് വന്നപ്പോ തന്നെ നമുക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്തത്. നമ്മുടെ ഈ വീടിന്റെ കടം തീർത്ത് ആധാരം തിരിച്ചെടുത്ത് തന്നില്ലേ? മാത്രോ എന്തെല്ലാം കാര്യങ്ങളിൽ അവനൊപ്പം നിന്നു. നീ പറഞ്ഞ ശരിയാ. ഒരാൺകുട്ടിയില്ലാത്ത വിഷമം മാറിയത് അവൻ വന്നപ്പോഴാ. അന്ന് ഉത്സവ സ്ഥലത്ത് നമ്മളെ അപമാനിക്കാൻ വന്നവരെയൊക്കെ അവൻ നിലക്ക് നിർത്തിയില്ലേ? ഇപ്പൊ എന്നോട് എന്തോ ഒരു ബഹുമാനം എല്ലാവർക്കും. ആ, അടുത്ത ഉത്സവത്തിന് അവനെ മുന്നിൽ നിർത്തി ഉത്സവം നടത്തണമെന്നാ കമ്മിറ്റിക്കാര് പറയുന്നു. അതിരിക്കട്ടെ, നീ അവളോട് സംസാരിച്ചോ? പ്രിയമോളോട്?
അവൾക്ക് പേടിയൊന്നുമില്ലല്ലോ, ഉണ്ടോ? അവൾക്ക് പേടിയൊക്കെ ഉണ്ട്, പക്ഷേ അവളത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അതെ, നിശ്ചയത്തിന് അവളിപ്പോ സമ്മതിച്ചു എന്ന് കരുതി കല്യാണത്തിനുടനെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണ്ട, കല്യാണത്തിനുടനെ സമ്മതിക്കണ്ട. അത് കുറച്ച് കഴിഞ്ഞാൽ മതി. അവള് പറയുന്ന പോലെ അവിനാഷിന് ശിക്ഷ കിട്ടി ജയിലിൽ പോയതിനു ശേഷം മാത്രം കല്യാണം തീരുമാനിച്ചാൽ മതി. ഇപ്പൊ അങ്ങനെയാ എനിക്കും തോന്നുന്നത്. എങ്കിലേ അവൾക്കും ജയപ്രകാശിനും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. ആ കേസ് വാദിക്കുന്ന ജയപ്രകാശ് ആയതുകൊണ്ട് പരമാവധി ശിക്ഷ അവിനാഷിന് വാങ്ങിച്ചു കൊടുക്കാൻ അവൻ ശ്രമിക്കുകയും ചെയ്യും. ഹാ, അങ്ങനെയൊക്കെ സംഭവിച്ചാൽ മതിയായിരുന്നു. ആ കാലം ജയിലിൽ പോയിരുന്നെങ്കിൽ എന്റെ കൊച്ചിനൊന്ന് സമാധാനത്തോടെ ജീവിക്കായിരുന്നു. ഡീക്കെ പോലെ തന്നെയാ ജയപ്രകാശും. നല്ല മനസ്സുള്ളവനാ അല്ലേ? പരീക്ഷണങ്ങൾ എത്രയൊക്കെ നടത്തിയാലും ദൈവം അവസാനം വെളിച്ചത്തിന്റെ ഒരു തുരുത്ത് നമുക്ക് കാണിച്ചു തരും. ഇതും അങ്ങനെയാണെന്ന് കരുതിയാൽ മതി. എന്തായാലും ആദ്യം നിശ്ചയം നടക്കട്ടെ, ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. അമ്മേ. അചലതേ, എഴുന്നേറ്റേ. എന്താ സുധേട്ടാ? എടി, എന്തോ ഒരു ശബ്ദം കേട്ട്. പ്രിയമ്മളുടെ റൂമിൽ നിന്നാണല്ലോ. ഈശ്വര, ഇനി അവിനാശെങ്ങാനും ആയിരിക്കോ? വാ, നമുക്ക് നോക്കാം. മോളെ പ്രിയേ, മോളെ പ്രിയേ, മോളെ വാതിൽ തുറക്ക്. മോളെ. എന്തോ അച്ഛ, മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കത്തില്ലേ? എന്തിനാ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ? എടി, ഇവിടെ ആരോ വാതിൽ തുറന്നൊരു ശബ്ദം കേട്ട്. നീ ഇപ്പോഴെങ്ങാനും വാതിൽ തുറന്ന് പുറത്തിറങ്ങിയോ? ഞാനോ? ഇല്ലമ്മേ. എന്തുവാ ഇത്? ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ചുണർത്തിട്ടാണ് ചോദിക്കുന്നേ വാതിൽ തുറന്ന് പുറത്തു പോയോന്ന്? ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. നിങ്ങൾ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും. അതല്ല മോളെ, നമ്മൾ ശബ്ദം കേട്ട ഇവിടെ. ആ, അച്ഛൻ മാത്രമല്ല, ഞാനും കേട്ടു വാതിൽ തുറക്കുന്ന ശബ്ദം. പിന്നെ വാതിൽ തുറന്ന ശബ്ദം എന്നാ വല്ല പ്രേതമായിരിക്കും. പ്രേതോ? അച്ഛനും അമ്മയൊന്ന് പോയേ, ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. എന്നാലും ആ ശബ്ദം എന്തായിരിക്കും? എനിക്ക് ഈ വീടിന്റെ അകത്തുനിന്ന് തന്നെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത്. എനിക്കും അങ്ങനെ തന്നെ തോന്നിയത്. അപ്പൊ പിന്നെ വല്ല കള്ളന്മാരുമായിരിക്കും. ഈശ്വര, കള്ളന്മാരോ? നീ വന്നേ, നമുക്ക് നോക്കാം. മോളെ, നീ കഥ അടച്ചു കിടന്നോ. വാ.
എന്താണ് ചെയ്തതെന്ന് അവന് മനസ്സിലായി കാണൂ. മനസ്സിലാവട്ടെ. അല അടിച്ചല്ലോ. സമയം എന്തായി? ആ സമയായല്ലോ. ഓ ഓ എന്റെ കൃഷ്ണ. ഓ മരിറ്റിൽ കണ്ട വിളപ്പാലൊക്കെ വെളുപ്പാങ്കാലത്ത് എഴുന്നേക്കോ എന്തോ. അവൻ ഓഫ് ചെയ്തോ? അത് കൊള്ളാലോ. അങ്ങനെ വിട്ടാ പറ്റില്ല. ആരെ ഈ നേരത്ത്? അമ്മയോ? എന്താ അമ്മേ? ഗുഡ് മോർണിംഗ് ബേട്ടാ. വേർ ഈസ് യുവർ വൈഫ്? അവള് നല്ല ഉറക്കത്തില. അതെ, വേഗം അവളെ വിളിച്ചുണർത്ത്. ദേ രാവിലെ കുളിച്ച് വ്രതം എടുക്കാനുള്ളതാ. ഇത്രയ്ക്ക് വെളുപ്പാങ്കാലത്ത് എഴുന്നേക്കണം അമ്മേ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റാ പോരെ? മൈസൻ, വ്രതം നോക്കുന്നേനെ വിളക്ക് കത്തിക്കണോടാ. അപ്പോഴേക്ക് എല്ലാരും കുളിച്ച് റെഡി ആവണം. അതെ, നിന്റെ വൈഫ് മാത്രമല്ല, എല്ലാ വൈഫുമാരും ഉണ്ട്. വേഗം അവളെ വിളിച്ചുണർത്ത്. വേഗം വേണം. ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റ്. ജ്യോതി, ജ്യോതി, ജ്യോതി. എന്താ? എണീക്ക്, അമ്മ വിളിച്ചു. വേഗം എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി താഴേക്കല്ലേ. വിളക്ക് കൊളുത്താൻ സമയമായിരുന്നു. ഏട്ടൻ കുളിച്ച് റെഡിയായി പോ. ഞാൻ കുറച്ചേരം കൂടെ കിടന്ന് ഉറങ്ങട്ടെ. അമ്മയാണല്ലോ. ഹലോ അമ്മേ. ആ ബേട്ടി, വേഗം കുളിച്ച് റെഡിയാവ്. ആ ഇപ്പൊ വരാം അമ്മേ. ആ ശരി. ഒന്ന് വീട് ശ്രീയേട്ടാ, ഞാൻ എഴുന്നേക്കട്ടെ. ഇപ്പൊ അമ്മ വിളിച്ചു. കുറച്ചു നേരം കൂടി അവിടെ കിടക്ക്. ഇത്തിരി കഴിഞ്ഞ് എഴുന്നേക്കാം. അയ്യോ അത് പറ്റില്ല. ഇന്നേ തിരുവാതിര വ്രതം എടുക്കാനുള്ളതാ. എല്ലാരും കൂടി ഒന്നിച്ചു വേണം ചെല്ലാൻ. വേഗം ചെല്ലണോന്ന് അമ്മ പറഞ്ഞ്. ഓ വിട്. അമ്മ അങ്ങനൊക്കെ പറയും. നീ കുറച്ചേരം കൂടി കിടക്ക്. 5 മണിയാവട്ടെ. അയ്യടെ മോനെ, അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. വിട്. നായേ, ഈ അമ്മയുടെ ഒരു കാര്യം. ഇനി കുറച്ചു നേരം കൂടി ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങിക്കോ. താരേ, താരേ എനിക്ക് താരേ, താരേ എഴുന്നേറ്റങ്ങോട്ട് എനിക്ക് എന്നൊന്ന് വേണ്ട. ഞാൻ ഇച്ചിരി നേരം കൂടെ ഉറങ്ങട്ടെ. പറ്റില്ല. വേഗം പോയി കുളിക്ക്. ചെല്ല്. എനിക്കിപ്പോ കുളിക്കാൻ വയ്യ. രാത്രി ഭയങ്കര തണുപ്പാ ഗോകുലേട്ടാ. എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റില്ലെന്ന് ഗോകുലേട്ടനെ അറിഞ്ഞൂടെ? എന്നാ പിന്നെ നീ എന്തിനാ വ്രതം എടുക്കാൻ നേരത്? അത് പിന്നെ അമ്മ പറയുന്ന കേൾക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പോയി കുളിക്ക്. ചെല്ല്. ചെല്ലടി. മര്യാദക്ക് വരാൻ. വന്നേ, നടക്കടി അങ്ങോട്ട്. പോയി കുളിക്കടി.
ചെല് ചെല്ലുങ്ങോട്ട്. ഗോകുലേട്ടാ പൊന്നുമോള് മര്യാദയ്ക്ക് പോയി കുളിച്ചേ. ദുഷ്ട, പരമ ദുഷ്ട. നീ ഇതിന് അനുഭവിക്കാൻ നോക്കിക്കോ. ഓ ആയിക്കോട്ടെ. ദേ, കുളിച്ചിട്ട് മാറാനുള്ള ഡ്രസ് എടുത്ത് വയ്ക്കുന്നുണ്ടോ വേഗം? അതൊക്കെ കുളിച്ചിറങ്ങിയിട്ട് തന്നെ തനങ്ങെടുത്താ മതി. അയ്യേ, നാണം കെട്ടവൻ. മര്യാദക്ക് എന്റെ തുണി എടുത്താ. അതൊക്കെ എടുത്തു തരാം. കുളിച്ചു കഴിയുമ്പോ വിളിച്ചാ മതി. മോളിപ്പം പോയി കുളിച്ചേ. ചെല്ല് ചെല്ല്. ചിത്ര എണീക്ക് എണീക്ക്. എടി ചിത്ര എണീക്ക്. എടി പോത്ത എണീക്കടി. എന്താ നിന്റെ യഥാർത്ഥ പേര് വിളിച്ചാ നിനക്ക് എഴുന്നേക്ക് അറിയല്ലേ? ദേ അമ്മ വിളിച്ചു, പോയി വേഗം കുളിച്ച് റെഡിയാവ്. എത്ര മണിയായി? 5 മണിക്ക് വിളക്ക് കത്തിക്കുന്നതിന് അമ്മ എപ്പോഴേ വിളിക്കുന്ന എന്തിനാ? കുറച്ചും കൂടെ കഴിയട്ടെ. താൻ പോയി കുളിച്ചേ. അപ്പോഴേക്കും ഞാനൊരു കാര്യം ചെയ്യാം, ഒരു നല്ല കട്ടൻ കാപ്പിട്ടോണ്ട് വരാം. ചെല്ല് ചെല്ല്, വേഗം പോയി കുളിച്ചേ. ചെല്ല്, പോയിട്ട് വാ. അതുകൊള്ളാലോ, ഞാനാണോ വ്രതം എടുക്കേണ്ടത്? തിരുവാതിര വ്രതം എടുക്കേണ്ടത് നീയല്ലേ? എന്നിട്ടേ മതി മതി ഉറങ്ങിയത്. എണീറ്റേ വേഗം. എന്തുവാ? ആഹാ, അത് കൊള്ളാലോ. എണീക്കടി, എണീക്കങ്ങോട്ട്. അതെ, അമ്മയോട് വ്രതം എടുക്കാൻ നേരത്തെ നീയല്ലേ, ഞാനല്ലല്ലോ. മര്യാദയ്ക്ക് എന്നിട്ട് താഴേക്കല്ലേ. ഇനി കിടന്നു ഇനി ഇത് ശരിയാക്കി തരാം. മതി മതി ഉറങ്ങിയത്. പോയി പോയി കുളിക്ക്. പോ. ഈ വെളുപ്പിന് കുളിക്കാനോ? എനിക്ക് വയ്യ, ഭയങ്കരമായിട്ട് തണുക്കുന്നു. കുറച്ചേരും കൂടെ കിടക്കട്ടെ. എഴുന്നേക്ക്. ഹീറ്റർ കംപ്ലൈന്റാ. ഒന്നും പറഞ്ഞാ പറ്റില്ല. ഇങ്ങോട്ട് എഴുന്നേറ്റെ. എണീക്ക്. റെഡിയാക്കി. എനിക്ക് തണുക്കുന്നു. ഒരു 5 മിനിറ്റ്. ഒരു 5 മിനിറ്റും വേണ്ട. ചെല്, റെഡിയാക്കി. ചെല് അങ്ങോട്ട്. എന്റെ മുറി കയറി വന്ന് എന്നെ ആക്രമിക്കാൻ മാത്രം വാർത്തയായിട്ട് വരണത് ആരാ?